മക്കളെ, ഇതാ നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. ആനുവൽ എക്സാം കൂടി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ഒരു വർഷം കഴിഞ്ഞു. എത്ര വേഗമല്ലേ നമ്മുടെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞത്. സോ ഇതേപോലെ എന്താണ് നെക്സ്റ്റ് നമ്മുടെ 6ാം ക്ലാസ്സും എന്താണ് പെട്ടെന്ന് അങ്ങ് കഴിയും. പക്ഷെ ആ കഴിയുന്നതിൻ്റെ ഇടയിൽ 2-3 കാര്യങ്ങൾ മിസ് ഒന്ന് പറയട്ടെ. നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ചെറിയ എന്താണ് ഒരു ടെൻഷൻ്റെ കാരണം നമ്മുടെ മാറിയ പാഠപുസ്തകമൊക്കെ ആയിരുന്നു അല്ലേ. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഒരുപാട് പാഠങ്ങൾ എന്താണ് ചാപ്റ്റേഴ്സിൻ്റെ ലെങ്ത് ഒക്കെ മാറി. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ പോം ഒക്കെ എന്താണ് കുറച്ച് ക്ലാസിക്കൽ പോയിംസ് ഒക്കെ ആയി. നമ്മൾ ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഡിസ്കോഴ്സസ് ഒക്കെ എന്താണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയില്ലേ. പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപകാരമായത് എന്താണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ പൃഥ്വി ബാച്ചാണ്, നമ്മുടെ ക്ലാസ്സസ് ആണ്, നമ്മുടെ യൂട്യൂബ് ലൈവ്സ് ആണ് എന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ പറയും നിങ്ങളുടെ പാരൻസ് നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി വന്നിട്ട് പറയും മിസ്സേ ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്, അല്ലെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയി ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ 5ലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഒരു ഇത്തിരി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താണ് യെസ് നമുക്കൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഈ ഒരു പ്രാവശ്യവും 2 പ്രാവശ്യം സാമ്പിൾ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ വരുമ്പോൾ 6ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, ഈ ഒരു പ്രാവശ്യം മാറിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ. 5ന് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പാഠങ്ങളും ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ 6ാം ക്ലാസ് ചോദിക്കാത്ത കുറച്ചുകൂടി ലെവൽ കൂടിയിട്ടുള്ള ചോദ്യങ്ങളും. ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ച് ലെറ്റർ ആണെങ്കിൽ തന്നെ ഇതുവരെ നമ്മളൊരു ഇൻഫോർമൽ ലെറ്റേഴ്സാണ് പഠിച്ചത് അല്ലേ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രാവശ്യം ഒരു മാറ്റം എന്നുള്ള നിലയ്ക്ക് അത് ഫോർമൽ ലെറ്ററായി മാറി. ഒരു ഫോർമൽ ലെറ്റർ ഒക്കെ എഴുതാന്ന് പറയാൻ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ നമ്മളടുത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലുള്ളത് കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളടുത്ത് റൈറ്റപ്പ് എഴുതാനൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ചോദിച്ചു തുടങ്ങി. ക്യാരക്ടർ സ്കെച്ച് പോലുള്ള ചോദ്യങ്ങൾ എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതേപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് എന്താണ് നമ്മുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്താണ് മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പുതിയൊരു കാര്യം വരുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടത്? വി നീഡ് എ ഗൈഡൻസ്, നമുക്കൊരു ഗൈഡൻസ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം പൃഥ്വി ബാച്ച് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും എന്നുണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളെ സെറ്റാക്കാനാണ് ആരുള്ളത്? നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ വജ്ര ബാച്ചിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്കറിയാം നമ്മളെ സംബന്ധിച്ചില്ല എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ആപ്പിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. തീർച്ചയായിട്ടും എന്തുണ്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്ലാൻസ് ഉണ്ട്. നമ്മുടെ ബേസിക് പ്ലാൻ ഉണ്ട്, നമ്മുടെ ഇൻഫിനിറ്റീവ് പ്ലാൻ ഉണ്ട്. ഇതിന് കൂടുതൽ വിവരങ്ങൾ ഈ 2 പ്ലാനുകൾ വളരെ വിശദമായിട്ട് എന്തൊക്കെയാണ് ഓരോ പ്ലാനും അവൈലബിൾ എന്നുള്ളത് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വിളിക്കണം. ഞാൻ വീണ്ടും പറയുന്നു എന്താണ് എപ്പോഴും നമ്മുടെ മുൻപിൽ ഒരു പുതിയൊരു ടാസ്ക് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യം ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് ക്ലാസ്സസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക? വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്കറിയാം എന്താണ് ഈ ഒരു സമയത്ത് നമ്മുടെ എഡ്യു ഫെസ്റ്റിൻ്റെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 10% എന്തുണ്ട് നമുക്ക് ഓഫർ ഉണ്ട് അല്ലേ. സോ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. സീ യു ഇൻ ദ ആപ്പ്. താങ്ക് യു.